മറ്റൊരു പ്രധാന വാർത്ത, പ്രവൃത്തി ദിവസങ്ങൾ 5 ആക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചു സർക്കാർ. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ യോഗം ചേരും. ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. ഒരു സംഘടനയിൽ നിന്ന് ഒരു പ്രതിനിധിക്കാണ് ക്ഷണമുള്ളത്. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, പൊതുവെ സർവീസ് സംഘടനകൾ സ്വാഗതം ചെയ്യുകയല്ലേ ഓരോ മണിക്കൂർ വീതം പ്രവൃത്തി ദിവസം കൂട്ടി ശനിയാഴ്ച അവധി ദിനമാക്കുക. അങ്ങനെ ശനിയും ഞായറും അവധി ദിനമായാൽ കുറച്ചുകൂടി കുടുംബാംഗങ്ങൾക്കൊപ്പം സർക്കാർ ജീവനക്കാർക്ക് കഴിയാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇതിനോട് എങ്ങനെയാണ് സർവീസ് സംഘടനകൾ പ്രതികരിക്കുക? വീണ്ടും സർക്കാർ പൊടിതട്ടിയെടുക്കുകയാണോ? ഉറപ്പായും 2 തവണ യോഗം വിളിച്ചതിന് ശേഷം പല കാരണങ്ങളാൽ 2 തവണയും യോഗം മാറ്റിവെക്കേണ്ടി വന്നു. പലതരം നയപരമായ രാഷ്ട്രീയ കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വീണ്ടും ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ ഓൺലൈനായി യോഗം ചേരുന്നു വരുൺകുമാർ. ഒരു സംഘടനയിൽ നിന്ന്, സർവീസ് സംഘടനയിൽ നിന്ന് ഒരു പ്രതിനിധിക്ക് പങ്കെടുക്കാൻ കഴിയാത്തവർ നിർദ്ദേശം എഴുതി അറിയിക്കാമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ പറഞ്ഞതുപോലെ സർവീസ് സംഘടനകളുടെ നിലപാടാണ്. സർവീസ് സംഘടനകൾ പൊതുവെ ഇക്കാര്യത്തെ സ്വാഗതം ചെയ്യുകയാണ്. 5 ദിവസം ജോലി ചെയ്താൽ മതി, പിന്നീട് 2 ദിവസം പറയുന്നത് പോലെ അവധിയിലേക്ക് പോകാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയെങ്കിലും മറ്റ് അവധികൾ വെട്ടിക്കുറയ്ക്കരുത് എന്ന ആവശ്യം സർവീസ് സംഘടനകൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ചർച്ച നടന്നാലും ഇത് നടപ്പാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് സർവീസ് സംഘടനകൾക്കും അറിയാം. അപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു യോഗം വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. ഓക്കെ, താങ്ക് യു ആദിൽ പാലോട്. വരട്ടെ, ശനിയും ഞായറും ഒക്കെ അവധി ദിവസങ്ങളാവട്ടെ, കൂടുതൽ ആളുകൾ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ, അവർക്കെങ്കിലും അത് സാധിക്കട്ടെ, അല്ലേ?